മൂകാംബിക പോകാൻ ഇഷ്ടമില്ലാത്തവരാരാണല്ലേ? അവിടെ വന്ന് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരെന്നാണ് പറയുന്നത്. ദേവി നമ്മൾ അങ്ങോട്ട് വിളിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേര്, ഞങ്ങൾ ഗേൾസ് മാത്രമായിട്ട് പോയ ഒരു യാത്രയാണ് കേട്ടോ. ഒരുപാട് പേര് ഞങ്ങൾ യാത്ര പോയതിനെ പറ്റി പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പോയേ, നിങ്ങൾ എവിടെ ഇറങ്ങി, എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ചായിരുന്നു. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. എല്ലാവരുടെ ഒരു ആഗ്രഹമാണെന്ന് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂകാംബിക, കുടജാദ്രി, മുരുടേശ്വർ, ഉടുപ്പി അങ്ങനെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അതിൽ കുടജാദ്രിയുടെ വ്ളോഗ് മാത്രം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കൊരു ചെറിയൊരു ഗൈഡായിട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ട്രിപ്പ് പോവാണ് കേട്ടോ ഗൈസ്. ഇവരാരുമില്ല ഗൈസ്, ഞങ്ങൾ മാത്രം. ഞാൻ, ഷഞ്ജിനയുടെ ഒരു ഫ്രണ്ട്. അങ്ങനെ പറഞ്ഞ പോലെ ഞങ്ങൾ യാത്ര തിരിച്ചു വിട്ടു. ഞങ്ങളുടെ ട്രെയിൻ 9:45 ഞങ്ങളൊരു 9 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. കാരണം ഒരു ഹറിബറി ആക്കണ്ടല്ലോ. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ഫോണിൽ വേറിസ് മൈ ട്രെയിൻ ആപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വേറിസ് മൈ ട്രെയിൻ ആപ്പൊക്കെ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ട്രെയിൻ എത്ര ലേറ്റ് ആണെന്നൊക്കെ. പക്ഷെ ലേറ്റ് ആവുന്നുണ്ട്, പിന്നെ അത് കറക്റ്റ് ടൈമിലോട്ട് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. നാമിക്ക് ഒരു കച്ചേരി ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ടബ വന്നേക്കണം. ആകെ ഒരു ഹറിബറി ആയിരുന്നു. അങ്ങനെ ഷഞ്ജുനേനെയും കീർത്തനേനൊക്കെ പിക്ക് ചെയ്ത് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് ഗേൾസ് ട്രിപ്പാണ് ഗൈസ്. ഞങ്ങൾക്ക് ഒട്ടും പേടി ഉണ്ടായിരുന്നില്ല. പക്ഷേ എക്സൈറ്റ്മെന്റ് അടുത്ത് പീക്ക് ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്ര എക്സൈറ്റഡ് ആയിരുന്നു. ബൈ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് അവർ പോയിട്ടോ. ഞങ്ങൾ നോക്കി മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. കാരണം പ്ലാറ്റ്ഫോം നമ്പർ ഒന്നും ഞങ്ങൾക്ക് വലിയ പിടുത്തൊന്നുമില്ല. പക്ഷെ ചോദിച്ചു പോകാമെന്നായിരുന്നു ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. സംശയങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവരടുത്ത് ചോദിക്കുക, അത്ര തന്നെ ഉള്ളൂ. പേടിക്കാനൊന്നും തന്നെ ഇല്ല. അങ്ങനെ ഞങ്ങൾ ചോദിച്ചത് പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നെത്തിയിട്ടോ. പക്ഷെ നമുക്ക് ട്രെയിൻ ടിക്കറ്റിൽ ഉണ്ടായിരുന്നു പ്ലാറ്റ്ഫോം നമ്പർ 2 ആണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ആ സ്റ്റെയർ കയറി റൈറ്റിലോട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ. ഞങ്ങളുടെ ട്രെയിൻ എന്താ വരുന്നേട്ടാ. മൂകാംബികയിലൊക്കെ നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ നാൾ മുന്നേ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഞങ്ങളൊരു ഒരാഴ്ച കൊണ്ടായിരുന്നു ടിക്കറ്റ് നോക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തത്കാലമാണ് കേട്ടോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. സ്ലീപ്പർ ടിക്കറ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്കൊരു 500 സംതിങ് രൂപ ചിലവായി. തത്കാലം ആകുമ്പോൾ ഇത്തിരി റേറ്റ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഓക്ക എക്സ്പ്രസ് ഉണ്ടല്ലോ, ഓക്ക എറണാകുളം എക്സ്പ്രസ് നമ്മുടെ തൃശ്ശൂർ സ്റ്റേഷനിൽ 9:45 കേട്ടോ എത്തുന്നത്. അത് നമ്മുടെ ബൈൻഡൂർ മൂകാംബിക സ്റ്റേഷനിൽ ഒരു 7:30 ഉള്ളിൽ അവിടെ എത്തും കേട്ടോ. പക്ഷെ ഞങ്ങൾക്കന്ന് 10 മണിയോട് കൂടിയിട്ടാണ് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല നമ്മുടെ ഈ ബൈൻഡൂരിന് മുന്നേ ഒരു ബിജൂർ എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേഷനിൽ ഒരു അരമണിക്കൂറിനടുത്ത് പിടിച്ചിട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു 7:30 ആയിട്ടാണ് കേട്ടോ ബൈൻഡൂർ എത്തിച്ചേർന്നത്. ചെറിയ തണുവുള്ള ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടു. പിന്നെ ഞങ്ങൾ ഗോൾഡ് ഒന്നും കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അധികം ക്യാഷും കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടോ, ഈ ബിജൂർ സ്റ്റേഷനിൽ കുറച്ചധികം നേരം പിടിച്ചിട്ടായിരുന്നു. ഞങ്ങൾ ബൈൻഡൂർ എത്തിയെന്ന് വെച്ചിട്ട് അവിടെ ഇറങ്ങാൻ തന്നെ നോക്കിയായിരുന്നു. പക്ഷേ എത്തിയിട്ടില്ല എന്ന് അവിടെയുള്ള ചേട്ടന്മാരെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇതാണ് ബൈൻഡൂർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ കുറേ പ്ലാറ്റ്ഫോം ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം മാത്രമുള്ള ചെറിയൊരു സ്റ്റേഷനാണ് കേട്ടോ. ഞങ്ങൾ ബസ്സിൽ പോകാനാണ് ചൂസ് ചെയ്തത്. 10 മിനിറ്റ് നടക്കണം എന്ന് പറഞ്ഞു അല്ലേ. ഞങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ടും ഇൻഎക്സ്പെൻസീവ് ആയിട്ടും എങ്ങനെ ഒരു യാത്ര ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടാക്സി ഒന്നും വിളിക്കാണ്ടിരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മൂകാംബികയുടെ ബസ് സ്റ്റേഷനിലേക്ക് നമുക്ക് 60 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ആവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പൈസയാവും. പിന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നതിനും മുന്നേ ഇങ്ങനെ ടാക്സിക്കാരൻ നമ്മുടെ പിന്നിൽ വരും, ഒരാൾക്ക് 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിൽ നിറച്ച ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ആ റേറ്റിന് അവിടേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് അവിടെ
അവിടെ പോയിട്ട് ഇറങ്ങാം കേട്ടോ ബസ്സിൽ. പിന്നെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അടുത്ത് തന്നെയായിരുന്നു, ദേവി കൃപ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് വീക്ക് ഡേയ്സിലാണെങ്കിൽ അവിടെ ഈസി ആയിട്ട് റൂമുകൾ കിട്ടും കേട്ടോ. അമ്പലത്തിന്റെ തന്നെ പല സത്രങ്ങൾ അവിടെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. നിങ്ങൾ മൺഡേയിലേക്കൊക്കെയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്, നമുക്ക് അവിടെ നൈറ്റ് സ്റ്റേ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലഗേജ് ഒക്കെ അവിടെ അമ്പലത്തിന്റെ തന്നെ കൗണ്ടറിൽ വെച്ചിട്ട് അവിടെ തന്നെ നമുക്ക് കുളിച്ച് ഫ്രഷായി അമ്പലത്തിൽ തൊഴാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിവിടെ സ്റ്റേ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ 3 പേർക്കും കൂടെ നമുക്ക് ആ റൂമിന് 1050 രൂപ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് വല്ലാണ്ട് ലക്ഷറി ഉള്ള റൂം എന്നല്ല, സാധാരണ ഒരു റൂം കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഈ കവാടം കാണാൻ നടന്നു. ഞാൻ എൻ്റെ പൊന്നെ, കവാടം കാണാനല്ല, ഈ കവാടം കടന്നു കഴിഞ്ഞാൽ മൂകാംബിക ആണല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ, എനിക്ക് എന്താ പറയുക, റിലാക്സ്ഡ് ആയിരുന്നു. അല്ലെങ്കിൽ കാലത്തിൻ്റെ എന്തൊക്കെ തിക്കും തിരക്കും കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഒരു ദിവസം തുടങ്ങുക. ഇതൊരു തിക്കും തിരക്കില്ലാണത് ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഇത് സാധാരണ ഒരു റൂമാണ്, വളരെ നീറ്റായിട്ടുള്ളൊരു ബാത്റൂമും നീറ്റായിട്ടുള്ളൊരു റൂമും. നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. കാരണം വീക്കെൻഡിൽ അവിടെ റേറ്റ് കൂടുതലാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വീക്ക് ഡേയ്സിൽ സാധാരണ ഒരു നോർമൽ റേറ്റ് ആവുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം റൂമുകൾ ഈ ഹോട്ടലിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് ഒരുങ്ങിയിട്ട് അമ്പലത്തിൽ പോവാൻ. ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഒരു പഞ്ഞുമില്ല കേട്ടോ. നമ്മുടെ മലയാളീസ് കഴിക്കുന്ന എല്ലാ ഫുഡും അവിടെ നമുക്ക് കിട്ടുവേ. ദോശയോ ഇഡ്ഡലിയോ പൂരിയോ എന്ത് വേണമെങ്കിലും അവിടെ കിട്ടും. കിലോമീറ്ററിൻ്റെ അടുത്തേ നമുക്ക് സൗപർണികയിലേക്ക് ദൂരമുള്ളൂ. പക്ഷെ 40 രൂപ ഓട്ടോയ്ക്ക് ചാർജ് ആവും കേട്ടോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും 80 രൂപ. അങ്ങനെ അവിടെ വെള്ളമൊക്കെ ഉണ്ട്, പക്ഷെ വല്ലാണ്ട് ഒഴുക്കൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റും. പക്ഷെ അവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് കാലൊക്കെ നനച്ച് തലയിലൊക്കെ ജസ്റ്റ് വെള്ളമൊക്കെ തെളിച്ച് 1-2 ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ റിട്ടേൺ അവിടെ നിന്ന് ഓട്ടോയിൽ തിരിച്ചു പോരാ ചെയ്തത്. അവിടെ റിട്ടേൺ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഇതേപോലെ അവിടെ നിന്ന് വരുന്ന ആൾക്കാരുടെ ഓട്ടോ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ കുറേ നാളത്തെ ആഗ്രഹം സാധിക്കാൻ പോവാ, അമ്പലത്തിൽ പോവാ. ഞങ്ങൾ അവിടെ നിന്ന് പൂവൊക്കെ വാങ്ങിച്ചു വെച്ച് മനസ്സിലെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ നിങ്ങൾക്ക്. അത്രയും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം കുറേ നാളായി ഞാൻ പറയുന്നു അമ്പലത്തിൽ പോകണം തന്നെ, ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിച്ചിട്ട് ഒന്ന് കൊണ്ടുപോകണ്ടായിരുന്നില്ലേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അങ്ങനെ രഥമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതു കേട്ടോ. നല്ല മനസ്സമാധാനത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ദൈവനെ നന്നായി കൺകുളിർക്കെ തൊഴുതു. ഭയങ്കര സന്തോഷമായിട്ടോ. നമുക്ക് അധികം നേരം വരുമൊന്നും നിൽക്കേണ്ടി വന്നൊന്നുമില്ല, ജസ്റ്റ് വരും നിന്നോ അപ്പോൾ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറി തൊഴാൻ പറ്റിയിട്ടോ. സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അന്നദാനം കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒരിക്കൽ അവിടെ പോയപ്പോൾ, ഞാനൊരു 3 വർഷം മുന്നാന്ന് തോന്നുന്നു അങ്ങോട്ട് പോയേക്കണം. അപ്പോൾ താഴെ ഇരുന്നിട്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പ്ലേറ്റിൽ തന്നെയായിരുന്നു കേട്ടോ ഫുഡ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ചേഞ്ച് ആയിട്ടോ. അവിടെ നല്ല വെയിലുണ്ടായിരുന്നേ. പകലൊക്കെ പുലർച്ചയൊക്കെ നല്ല തണവാണ്, പക്ഷെ നല്ല വെയിലും ഉണ്ടായിരുന്നു ഉച്ചയ്ക്കൊക്കെ. ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ നമുക്കൊരു തക്കാളി വെച്ചിട്ടുള്ള ഒരു നമ്മളെന്താ പറയുക, ചെറിയൊരു ഗ്രേവി ഉള്ള ഒരു ടൈപ്പ് കറിയും പിന്നെ അച്ചാറായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ആദ്യം ഒരു ചോറ് തരും. ഞങ്ങൾക്ക് അത് ആദ്യം ഇതിനെപ്പറ്റി വലിയ വിവരം ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് ചോറ് മാറ്റി വെച്ച് കുറച്ച് ചോറ് രസം കൂട്ടി കഴിക്കും, പിന്നെ കുറച്ച് ചോറ് സാമ്പാർ കൂട്ടി കഴിക്കും, ലാസ്റ്റ് പായസവും. നമ്മുടെ ചൊവ്വല്ലരിക്കിട്ടുള്ള ഒരു പായസമായിരുന്നു കേട്ടോ. വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അവൾ കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ഫുഡ്, നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുടജാദ്രി പ്ലാൻ ചെയ്ത് അന്ന് തന്നെയായിരുന്നു. 2 മണിക്ക് ഉള്ളിൽ നമുക്ക് ജീപ്പിൽ കയറണം കേട്ടോ, അല്ലെങ്കിൽ കുടജാദ്രിയിലേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ കാലത്ത് പോകണം. ഞങ്ങൾ എത്തിയതൊരു സമയമായി ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ കുടജാദ്രിയുടെ വ്ളോഗ് വേറൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം. അതൊരു വേറൊരു ലോകം തന്നെയാണ്. അപ്പോൾ അതെനിക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തോന്നിയിട്ടോ. കാരണം മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ കുടജാദ്രിയിൽ നിന്ന് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എന്താ പറയുക സർവ്വജ്ഞ പീഠത്തിലൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പോകുന്നത്. ഞങ്ങൾ ഇവിടെ റൂമിലെത്തുമ്പോൾ ഒരു 7:30 7:45 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓടിക്കലച്ച് വേഗം മേലൊക്കെ കഴുകി ഞങ്ങൾ വീണ്ടും ദീപാരാധനയുടെ സമയത്തേക്ക് തൊഴാൻ വന്നു കേട്ടോ. കാരണം നമുക്കൊന്നും മിസ് ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കാന്നേ ചൂസ് ചെയ്യുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി. കുറച്ച് നേരം കൊണ്ട് ഞങ്ങൾ ഫ്രഷായി, അത് പറയണമല്ലോ. കാരണം കുറച്ച് നേരം കൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പോലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാറില്ല. വേഗം തൊഴുതപ്പം സ്വർണ്ണരോധമൊക്കെ ഉണ്ടായിരുന്നു. സ്വർണ്ണരോധമൊക്കെ നന്നായി കണ്ട്. തിരക്കുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്ക് ഡേയ്സിൽ നമുക്ക് തിരക്ക് കുറവാണ്, വീക്കെൻഡിലാണ് കേട്ടോ തിരക്ക്. അത് നമുക്ക് ശനിയാഴ്ച നമുക്കത് ഫീൽ ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പറയുന്നത്.
പക്ഷെ നല്ല രസമായിട്ട് തൊഴുതു, ദേവീനെ തൊഴുതു. 2-3 വട്ടമൊക്കെ ആയിട്ട് അവിടെ പ്രദക്ഷിണം വരുന്നുണ്ട്. ഞങ്ങൾ രഥത്തിനോടൊപ്പം പ്രദക്ഷിണമൊക്കെ ചെയ്തു കേട്ടോ. നമ്മുടെ അമ്പലത്തിലെ ശീവേലിയൊക്കെ പോലെ തന്നെ, ഗുരുവായൂരൊക്കെ ശീവേലി തൊഴുമല്ലോ, അതുപോലെയൊക്കെ തന്നെ നമ്മളിവിടെ ആനപ്പുറത്ത് കൊണ്ടുപോകുന്നതിന് പകരം ഇവിടെ രഥത്തിലാണ് കേട്ടോ. രഥത്തിൽ പിന്നെ എന്താ പറയുക, പല്ലക്കില് അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോവുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതു, അവിടെ നിന്ന് ഔഷധമൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം ഒരു ചായ പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന് ഇറങ്ങുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു ഡിന്നർ കഴിച്ചത്. കുറച്ച് ഹെവി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് പൊറോട്ടയും കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ചില്ലി കോപ്പി പറഞ്ഞിരുന്നു. പൊറോട്ട ഭയങ്കര ഹാർഡായിരുന്നു ഗൈസ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കഴിച്ചു. ഭയങ്കര ഹാർഡായിരുന്നു, സോഫ്റ്റേ അല്ലായിരുന്നു. പക്ഷേ വിശപ്പ് കൊണ്ട് ഞങ്ങളത് എല്ലാം കഴിച്ചു. നിങ്ങൾ ദോശ വീട്ടിൽ എന്തെങ്കിലും വാങ്ങിക്കായിരിക്കും കേട്ടോ, കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് വരാം. അങ്ങനെ നമുക്ക് പിറ്റേ ദിവസത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. ഞാനൊരു ഒറ്റ വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞങ്ങൾ മൂകാംബികയിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. നിർമ്മല്യം തൊഴാൻ പോകും. ഞങ്ങൾ വെച്ച് ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ എല്ലാവരും ഉണ്ട്. വേഗം വീട് വരും നിൽക്കട്ടെ, 5 മണിക്കാണ് നട തുറക്കുള്ളൂ. പക്ഷെ നമ്മൾ മുന്നേ പോയി വരുന്നാലേ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തൊഴാൻ പറ്റുള്ളൂ. നമ്മളൊരു 4 മണിക്ക് ഇറങ്ങുന്ന വരച്ചു, 10 മിനിറ്റ് ലേറ്റായി. പക്ഷെ നിറച്ച ആൾക്കാരാ. നീ പോട്ടെ, ഓടട്ടെ, പോയി വരി നിൽക്കണം. പിന്നെ ഞാൻ സാരി ഒരു സെറ്റ് കൊണ്ടുപോകാം. നിരക്കുണ്ടാവും തോന്നണം എനിക്ക്, അത്യാവശ്യം വരി ഉണ്ടാവണം. ഞങ്ങളിന്ന് എത്തി കുറച്ച് ലേറ്റ് ആയിട്ടാ. ഞങ്ങള് ഒരു 4:15. അതുകൊണ്ട് ഫ്രണ്ടിൽ കിട്ടിയില്ല കുറച്ച് സ്ഥലം. പക്ഷെ തൊഴൊക്കെ ചെയ്തു. പക്ഷെ അതിന്റെ മുകളിൽ കയറുന്നത് നമുക്ക് തൊഴാൻ പറ്റും, അത് പറ്റില്ല. പിന്നെ എന്താ ഞങ്ങളുടെ ഇന്ന് മൊത്തം എക്സ്പ്ലോർ ചെയ്യല. ഞങ്ങള് എവിടേക്ക് പോകുന്ന മുരുടേശ്വർ പോവാണ്. അപ്പോൾ 6 മണി തൊട്ടിട്ട് ബസ് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ വൈണ്ടൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തണം. ഇവിടുത്തെ കൊല്ലൂരിലത്തെ ബസ് സ്റ്റാൻഡിൽ നിന്ന്. ഞങ്ങൾക്ക് ഇന്നലെ ദീപസ്തംഭം കത്തിക്കുന്നത് കാണാൻ പറ്റിയില്ല, ഇന്ന് കാലത്ത് കത്തിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അതാണ് കൈ ഇങ്ങനെ തണുത്തിട്ട് പോയി, കാലും കൈയൊക്കെ തണുക്കുന്നുണ്ട്. ഈ സമയത്ത് നല്ല തണവുണ്ട് കേട്ടോ. ഞങ്ങൾ മുന്നേ വന്നപ്പോൾ ഇങ്ങനെ തണവുണ്ടായിരുന്നില്ല, നല്ല തണവുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഗുരുവായൂരൊക്കെ ഉള്ളൊരു ഫീലില്ലേ, നല്ല വൈബുണ്ടാവും. അതാണല്ലോ മൂകാംബികയുടെ ഒരു പ്രത്യേകത, നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നൊരു സ്ഥലം. പിന്നെ അവിടെ ഫ്രണ്ടിൽ നിന്ന് ഒരു ചേട്ടൻ, അവിടെ ഫ്രണ്ടിലൊരു ചേട്ടൻ നല്ല ഏലക്കായൊക്കെ ഇട്ടിട്ട് ചായ, ചെറിയ ഗ്ലാസ്സിൽ 10 രൂപ, നല്ല രുചിയുണ്ട്. തണുത്തും കൂടി കുടിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാം, അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. റൂമിൽ എടുക്കാനൊന്നുമില്ല, വാഷ്റൂം പോലെ. ഞങ്ങളുടെ റൂം ഇവിടെയാണ് കേട്ടോ, നല്ല റൂമാണ്. നമുക്ക് ഇപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ട് 1,050 രൂപയാണ് ആയത്. പക്ഷേ വീക്കെൻഡിൽ റേറ്റ് കൂടുതലുണ്ട്. അതെത്രയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അഫോർഡബിൾ, ജസ്റ്റ് റൂം, അങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നുമല്ല. റൂം നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വാഷ്റൂം, അത്ര തന്നെ കേട്ടോ. വേറെ സെറ്റപ്പ് ഒന്നും അവിടെ അടുത്താണ്, നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. പിന്നെ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പറയാട്ടോ, എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ നമ്പർ ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ്, 5 പേർക്കൊന്നും ഈ റൂമിൽ നിൽക്കാൻ പറ്റില്ലേ? അടിയിൽ എക്സ്ട്രാ ബെഡ് തരും. അതിന് മാത്രം സ്ഥലമില്ലടി, ഇങ്ങനത്തെ സെയിം റൂമില്ല. എക്സ്ട്രാ ബെഡ് ഇട്ട് നമ്മളിവിടെ അങ്ങനെ ഇല്ലല്ലോ, രാജസ്റ്റ സമയത്ത് കൊടുക്കുന്നു. അതൊരു പോയിന്റാണ്. എല്ലാ ഇവിടെ ഏത് ഹോട്ടലിൽ പോയാലും പെർ ഹെഡാണ് ചാർജ്. ഇതില് റിയാലിറ്റി വരുള്ളൂ, ഏത് ഹോട്ടലിൽ പോയാലും അടുത്തിട്ടല്ല നമുക്ക് ചാർജ് ചെയ്യാം.
ഇത്ര പേരുന്നില്ല. ഇപ്പം 3 ആളായാലും ഇത്ര രൂപ വെച്ച് നമ്മൾ കൊടുക്കണം. പക്ഷെ ഇവിടെ ഇപ്പം 3 4 എത്ര അത് റൂമിനാണ് ചാർജ്. നിമ്മ ചേച്ചി അങ്ങനെ കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ ബെഡ് റൂം സെലക്ട് ചെയ്ത് തരും. നമ്മളിപ്പോൾ 3 ആളുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ റൂം തന്നെ. ഇതാണ് കേട്ടോ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഒന്നും നടക്കാല്ലേ, 800 മീറ്റർ ഒക്കെ ഉണ്ടാകും. ഇവിടെ ബസ്സുകൾ വന്ന് കിടക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചു നോക്കട്ടെ, നമുക്ക് ചോദിച്ചു പോകും. എവിടേക്കുള്ള ബസ്സാ? ഈ ബസ്സിന്റെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു പൂജാരിയൊക്കെ വന്ന് ബസ് പൂജിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ആ കവാടം നമ്മൾ മൂകാംബികയിൽ നിന്ന് വരുമ്പോൾ കവാടം എത്തണുള്ള റൈറ്റ് സൈഡിൽ ഒരു അമ്പലമുണ്ട്. അവിടത്തെയും പൂജാരി വന്ന് നമുക്ക് പ്രസാദമൊക്കെ തരും കേട്ടോ. പിന്നെ ബസ്സിൽ നിറച്ച് സ്കൂൾ പിള്ളേരൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ബൈൻഡൂർ ബസ് സ്റ്റേഷനിലേക്ക് എത്തി. ഇതാണ് ബൈൻഡൂർ ബസ് സ്റ്റാൻഡ് അല്ലേ? അത് നമ്മളിവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇവിടുന്ന് കയറി വരാം. ഇവിടെ അതിനായിട്ട് ചേട്ടന്മാർ വരുന്നില്ല. അവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് മുരുടേശ്വർ പോണ ബസ് കിട്ടാന്നാണ് പറഞ്ഞത്. നോക്കാം. ഒരൊറ്റ ബസ്സിൽ ഇംഗ്ലീഷിൽ സ്ഥലപ്പേര് എഴുതി വെച്ചിട്ടില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി പാടുപെട്ടു. പക്ഷെ ഞങ്ങൾക്ക് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ മറുപടി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്തൽ എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റാൻഡിൽ പോയ അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ മുരുടേശ്വറിലേക്കുള്ള ബസ് കിട്ടുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ബസ്സിൽ കയറി. പക്ഷേ വിൻഡോസൊന്നും തുറന്നിടില്ല കേട്ടോ, കാരണം നല്ല തണവുണ്ട് പുറത്ത്. പിന്നെ എന്താ പറയാനുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ ലേഡീസിന് നമുക്ക് ബസ് ഫെയർ ഫ്രീ ആണ് കേട്ടോ. പക്ഷെ അവിടുത്തെ ആൾക്കാരായിരിക്കണം. നമ്മൾ ആധാർ കാർഡ് കയ്യിൽ പിടിക്കണം. നമ്മളെല്ലാം അവിടെയുള്ളവരായാലും ആധാർ കാർഡ് കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ്. കുട്ടികളെന്നല്ല, എല്ലാവർക്കും ഫ്രീ ആണ്. പക്ഷെ നമ്മൾ ആധാർ കാർഡ് കാണിച്ചു കൊടുക്കണം. നമ്മൾ അവിടുത്തെ ആൾക്കാരായി എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പ്രൂഫാണ് കേട്ടോ. അവർ ഞങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ തന്നെ ആധാർ കാർഡ് ചോദിച്ചു. ഞങ്ങൾ എന്തിനാന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ആധാർ കാർഡ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല കൺസെഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കൺസെഷൻ വേണ്ട, ചോദിച്ചുകൊണ്ട് കാണിച്ചെന്നാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൈസ കൊടുത്തു. പക്ഷെ അത്ര പൈസ ഒന്നും ആവുന്നില്ല കേട്ടോ. എനിക്ക് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിൻ്റെ ചാർജ് നമ്മുടെ നാട്ടിൽ അറിയില്ല. പക്ഷെ അവിടെ ഒരു 100 രൂപയുടെ താഴെയാണ് ടിക്കറ്റ് ഫെയർ ആയിട്ടുള്ളൂ. എല്ലാവരും നോക്കുന്നുണ്ട്. 2 കേരള സാരി മങ്കമാരും മലയാളി മങ്കകൾ. സമയം ഉണ്ടായിരുന്നു. നമുക്കറിയില്ല ആ സമയത്ത് ആ ഒരു സമയമായപ്പോഴേക്കും നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിലൊക്കെ കയറി മസാല ദോശ കഴിച്ചു. കുഞ്ഞ് മസാല ദോശയായിരുന്നു കഴിച്ചു. സാമ്പാറല്ലായിരുന്നു, പക്ഷെ അത് വേറൊരു തരം കറിയാണ്. ഇനി അവരുടെ സാമ്പാർ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ കുഞ്ഞ് മസാല ദോശയായിട്ട് എനിക്ക് തോന്നി. അവിടെ പോയപ്പോൾ ഒരുപാട് മലയാളി കുട്ടികൾ കോളേജിൽ നിന്ന് ട്രിപ്പാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അവരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോണ്ടല്ലോ, പിന്നെ ചിലപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ വന്നതുകൊണ്ടാവാം കുറേ അവിടെയുള്ള ആൾക്കാരെയായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ മുരുടേശ്വറിനെ പറ്റിയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, പക്കാ ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. നമുക്കൊരു കാമായിട്ടൊന്നും പോകാൻ പറ്റിയൊരു സ്ഥലം എന്നല്ല. ആകെ ക്രൗഡഡ് ആണ്. പിന്നെ മലയാളീസ് എനിക്ക് കുറവായിട്ട് തോന്നിയിട്ട് അവിടെ പോയപ്പോൾ. പിന്നെ ഞങ്ങൾ പോയ സമയത്തിൻ്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് എന്തോരു നിലയാണെന്നറിയോ ഇത്. അയ്യോ എന്തു വലുതാ. എത്ര നിലയുണ്ട്? 1 2 3 ആയിട്ട് കൊടുത്തു കൂട്ടണ്ട. 1 2 3 4 5 6 7. അപ്പോൾ നമുക്ക് അവിടെ മുകളിലേക്ക് കയറാൻ പറ്റും കേട്ടോ. ലിഫ്റ്റിന് ചെറിയൊരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിലെ നിലയിൽ നിന്നിട്ട് അവിടെ നിന്ന് വ്യൂ കാണാൻ പറ്റുമേ. അയ്യോ നല്ല രസമുണ്ടല്ലേ. അന്നിങ്ങനെ ഉണ്ടായില്ല എൻ്റെ ക്ലിയർ ഫോട്ടോ. ചുറ്റും കടല്. വാവ് അടിപൊളി. മോളി അറേബ്യൻ കടലിന് സമീപത്താണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കന്തുകഗിരി എന്നുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ മുരുടേശ്വർ എന്ന് പറയുന്ന ശിവൻ്റെ പ്രതിഷ്ഠയാണ് കേട്ടോ അമ്പലത്തിലുള്ളത്. പക്ഷെ നമ്മുടെ അവിടുത്തെ അമ്പലങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഫീലല്ല എനിക്ക് അവിടെ കിട്ടുന്നത്. നമ്മൾ തമിഴ്നാട് ചില അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ പ്രസാദം തരും, അല്ലാന്നുണ്ടെങ്കിൽ പ്രസാദം തരില്ല എന്ന് പറയുന്നൊക്കെ ഒരു രീതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അവിടെ പോയപ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്, പക്ക ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ശിവനാണ് കേട്ടോ അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന ശിവന്റെ പ്രതിമയ്ക്ക് ഉണ്ടല്ലോ 37 മീറ്റർ ഉയരമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലോകത്തുള്ള ശിവന്റെ രൂപങ്ങളിൽ വെച്ചിട്ട് 2ാം സ്ഥാനമാണ് കേട്ടോ മുരുടേശ്വറിൽ ഈ ഒരു രൂപത്തിന്. പിന്നെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ശിവന്റെ രൂപം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല.
പറ്റുന്നില്ല. ഒരു ഗ്രില്ല് പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. കാരണം ഷഞ്ചുന് മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് നല്ല ക്ലിയർ ആയിട്ട് ശിവൻ്റെ രൂപം കാണാൻ പറ്റിയെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി അമ്പലത്തിലൊക്കെ തൊഴുതതിന് ശേഷം ഞങ്ങൾ ശിവൻ്റെ രൂപത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. അവിടെയും ഒരു അമ്പലത്തിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. പിന്നെ അവിടെ ഉള്ളിലൊന്നും ഞങ്ങൾ കയറിയില്ല. അവിടെ നിന്ന് രൂപമൊക്കെ കണ്ട് തിരിച്ചിറങ്ങി. അങ്ങോട്ട് കയറാനായിട്ടും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീച്ച് ഏരിയ ആയതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്തൊക്കെ തന്നെയാന്ന് തോന്നുന്നുണ്ട് ആൾക്കാർ വരുന്നത്. ഇനി വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി നല്ല വൈബ് ഉണ്ടാവുന്നു. ഞങ്ങൾ ഗേൾസ് ഓൺലി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരം ഇവിടെ ചൂസ് ചെയ്ത് ഞങ്ങൾ തിരിച്ചവിടെ എത്തുമ്പോൾ പണിയാവും. അതുകൊണ്ട് ഞങ്ങൾ അത് ചൂസ് ചെയ്യാൻ കേട്ടോ. നിറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറാണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ രൂപങ്ങൾ കാണാം. പിന്നെ ഒരു ബീച്ചിലേക്കൊക്കെ ഇറങ്ങാനുള്ള സ്ഥലം ഉണ്ട് അവിടെ. ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. കാരണം ഞങ്ങൾക്ക് ഇനി ഉടുപ്പിയിലും കൂടെ പോകണമായിരുന്നു. ഞങ്ങൾക്ക് ടിക്കറ്റ് അന്ന് കിട്ടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ശനിയാഴ്ചയ്ക്കായിരുന്നു റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം കൂടെ എക്സ്ട്രാ കിട്ടി. അപ്പോൾ കീർത്തനയ്ക്ക് ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യണമായിരുന്നു. അപ്പോൾ അവിടെ ഡ്രസ്സിനൊക്കെ ഇത്തിരി റേറ്റ് കുറവായിട്ട് തോന്നി. പിന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ വാങ്ങിക്കാനായിട്ട്. കുറേ കുപ്പിവളകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പക്ഷെ വാങ്ങിച്ചില്ല. ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട തകിടുപൊടി ആവാണ്ട്. ഞങ്ങളുടെയിലാണെങ്കിൽ മറ്റേ ബാഗാണുള്ളത്. പിന്നെ അവിടെ നിന്ന് ഉപ്പ് സോഡയൊക്കെ കഴിച്ചു. ഉപ്പിട്ടുള്ള മറ്റേ മസാല ഇട്ടുള്ള സോഡയൊക്കെ അവിടെ കിട്ടും. ഞങ്ങൾ മസാല ഇടണ്ടെന്ന് പറഞ്ഞു. ഒരു റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നല്ല വെയിലായതുകൊണ്ടേ പെട്ടെന്ന് നമ്മൾ ക്ഷീണിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഉപ്പ് സോഡയൊക്കെ കഴിച്ച് തിരിച്ച് ബസ്സിൽ കയറി. ഞങ്ങളുടെ ബസ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒറ്റ ബസ്സിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടില്ല. കന്നഡ ഞങ്ങൾക്ക് ಗೊತ್ತಿല്ല. ഞങ്ങൾ ഉടുപ്പി ബസ് എന്ന് പറഞ്ഞിട്ട് കയറിയ ബസ് ടെൻഷനൊന്നുമില്ല. ഈ ബഡ്കൽ എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റാൻഡിലേക്കുള്ളതാ. ഇവിടെ നല്ല ബസ്സും ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ തന്നെ ഡയറക്റ്റ് ബസ് കിട്ടുമായിരുന്നു. അതിൽ ഉടുപ്പിന്ന് എഴുതിയിട്ട് 9 മുകളിൽ എഴുതിയിട്ടുള്ള ട്രാൻസ്ലേറ്റിൽ കണ്ട ഞങ്ങൾ 9 ബസ് സാധനം കണ്ടു. പക്ഷെ അത് ഉടുപ്പിയല്ലാണെന്ന്. ഞങ്ങളിത് എവിടെ ഒരു പോലീസുകാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പോലീസുകാരൻ ഞങ്ങളെ ബസ്സിലേക്ക് എത്തി തന്നു. ഞങ്ങൾ ഉടുപ്പിയിലേക്ക് പോകാം. ട്രെയിൻ സ്റ്റാർട്ടായിട്ടാണ് അവിടെ പോകാനുള്ള ട്രെയിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് നാളെ ഞങ്ങൾ റിട്ടേൺ പോവാം. ഇതുപോലെ ലോക്കൽ വലുതായിട്ടൊന്നും മാറില്ല. അരമണിക്കൂറൊക്കെ പറയട്ടെ. അപ്പം ഞങ്ങളുടെ ലോക്കൽ ബസ്സുകളിലത്തെ എക്സ്പീരിയൻസ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് 10-20 രൂപ. ഇവിടെ ശരിക്കും ലേഡീസിന് ഫ്രീ ആണ്. മീൻസ് ആധാർ കാർഡ് കൊണ്ടുവരണം. നമ്മുടെ ആധാർ കാർഡ് ചോദിച്ചു. ഞങ്ങൾ ആധാർ കാർഡ് കൊടുത്തു. ഇവിടെ അങ്ങനത്തെ ഒരു ചടങ്ങുണ്ടെന്ന്. പക്ഷെ ആധാർ കാർഡ് ചോദിക്കുന്നത് ഇവിടുത്തെ ആളല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആണ്. ലേഡീസിന് ഫ്രീ ആണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും ഫ്രീ ആണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മലയാളീസാണ് ഫ്രം കേരള. കേരള ആധാർ കാർഡ് ഇവിടെ വാലിഡ് അല്ല. 1 രൂപ 2 രൂപ കൂടുതൽ മേടിക്കും. 1 രൂപ 2 രൂപയല്ല. ഇങ്ങോട്ട് വന്നപ്പോൾ 70 രൂപ മേടിച്ചത് തിരിച്ചു പോകുമ്പോൾ ബാലൻസ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മളൊരു ടാക്സി വിളിച്ച് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പൈസ ചിലവാകും. കാരണം നല്ല ദൂരമുണ്ട്. നമ്മളെന്ത് പറഞ്ഞില്ല ഇപ്പം എക്സ്പ്ലോർ. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇച്ചിരി വെയിലുണ്ട്. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. കുഴപ്പമൊന്നുമില്ല. എന്നുവെച്ചാൽ നമ്മുടെ മൂകാംബിക എന്ന് പറയുമ്പോൾ ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലം. അധികം വെയിലൊന്നുമില്ല. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പോയതൊരു കോസ്റ്റൽ ഏരിയ അല്ലേ മുരുടേശ്വരം. അപ്പം അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. വൃത്തി കുറവാണ്. പക്ഷെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയൊന്നുമില്ല. ഹെവി റേറ്റ്. ഇവൾക്കൊരു കുർത്ത മാത്രം. ഡ്രസ്സിന് വലിയ റേറ്റ് കൂടുതലെന്ന് പറയാനില്ല. പക്ഷെ ബാക്കിയുള്ളതിനൊക്കെ റേറ്റ് ഉണ്ട്. ഞങ്ങളെല്ലാവരുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ് എല്ലാവരും നോക്കുന്നത്. ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ. അപ്പോൾ അവരങ്ങനത്തെ പൈസ എല്ലാവരും ഞങ്ങളുടെ ഡ്രസ്സിന് കളക്ഷൻ ഉണ്ട് കൂടെ. വളകളുണ്ടായിരുന്നു. പക്ഷെ 100 രൂപ നമ്മളെ കാണുമ്പോൾ ഒരു കൂടുതൽ പറയും. ഓട്ടോറിക്ഷക്കാരെയൊന്നും നമ്മളെ കാണുമ്പോൾ കൂടുതൽ പറയണം. നമുക്ക് മുരുടേശ്വറിന് ഡയറക്റ്റ് ഉടുപ്പിയിലേക്ക് ബസ് കിട്ടും കേട്ടോ. പക്ഷെ അതിന് ചില സമയങ്ങളുണ്ട്, അപ്പോഴേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ വന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഹൈവേയിലേക്ക് കയറി അവിടെ നിന്നാണ് ഉടുപ്പി ബസ് കിട്ടണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ വീണ്ടും പെട്ടു. വായിക്കാൻ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ വീണ്ടും ഭക്തൽ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ നിന്ന് വീണ്ടും ഉടുപ്പി ബസ്സിൽ കയറിയിട്ടാണ് കേട്ടോ പോയത്. പക്ഷേ ഉടുപ്പിയിലേക്കുള്ളൊരു യാത്ര 1.5 യാത്ര തന്നെയായിരുന്നു. അത്യാവശ്യം നേരം നമുക്ക് ഇരിക്കേണ്ടി വന്നായിരുന്നു. ഞങ്ങൾ അമ്പലം ക്ലോസ് ചെയ്താലോ എന്ന് വരെയൊക്കെ വിചാരിച്ചു. കാരണം ഒരു 1 മണിക്ക് ആകുമ്പോഴേക്ക് എത്തണം എന്ന് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ചും കൂടി ലേറ്റായിട്ട് ഞങ്ങൾ എത്തി.
നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ബസ് സ്റ്റേഷനിൽ ഇറങ്ങി. പിന്നെ മാത്രമല്ല അത് KSRTC ബസ്സായിരുന്നു, കുറേ സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇച്ചിരി ചുറ്റി എന്നാലും ഞങ്ങൾ ഉടുപ്പിയിലെത്തി. പക്ഷെ ഉടുപ്പി അമ്പലം അടക്കില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ക്ഷീണമൊന്നും തോന്നിയൊന്നുമില്ല. കുറേ നേരം ബസ്സിൽ ഇരുന്നതിൻ്റെ ഒരു ചടപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കാണുന്ന നമ്മുടെ ഉടുപ്പി ക്ഷേത്രവും ആ കുളമൊക്കെ കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉടുപ്പിയിലേക്ക് വരുന്നത്. അപ്പോഴും ഇതേപോലെയാണ്. അപ്പം എനിക്ക് മനസ്സിലായി ശരിക്കും അങ്ങനെയാണെന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ ഉടുപ്പി അമ്പലത്തിലും തൊഴുതു. നമ്മളൊരു ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ ആട്ടാ കാണുന്നത്. തിരക്കൊന്നുമില്ല, അടയ്ക്കൂല തോന്നണം അമ്പലം. രാത്രി 9 മണി 10 മണിക്ക് വന്നോണ്ട് അടയ്ക്കുന്നോളൂ. അങ്ങനെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് സെക്കൻഡ് നേരം കാണാം. അപ്പോഴത്തേനും ബാക്കിൽ നിന്ന് ഇങ്ങനെ തോണ്ടു. ഉടുപ്പി അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല നീണ്ട വരിയായിരുന്നു. പിന്നെ ഇനി അടുത്ത വരി നിൽക്കാനുള്ള ത്രാണി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, കാരണം വിശക്കുന്നുണ്ടായിരുന്നു. സമയം എനിക്ക് തോന്നുന്നു 2:30-3 മണിയോട് അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇനി സമാധാനത്തിൽ പോകാമെന്ന് വെച്ചു. കാരണം ഇനി ഞങ്ങൾക്ക് വേറെ ഡെസ്റ്റിനേഷൻ പ്ലേസസ് ഒന്നും ഇല്ല. ഇനി ഞങ്ങൾക്ക് നേരെ മൂകാംബികയിലേക്ക് എത്തിയാൽ മതി എന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നത്തെ ഓട്ടോച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ പോകണം, KSRTCയിൽ പോകുമ്പോൾ കുറേ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ ആ ചേട്ടൻ്റെ അടുത്ത് ആക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് 3:15 ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നേരെ ഡയറക്റ്റ് ഉടുപ്പി ബസ്സിലേക്ക് കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ തെറ്റാണ്ട് ഉടുപ്പി ഇന്ന് മൂകാംബികയിലേക്കുള്ള ബസ്സിൽ കയറി കേട്ടോ. ഈ ബസ്സുകളിലൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ബോർഡ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയുള്ളൊരു കാര്യം, ഉടുപ്പിയിൽ നിങ്ങൾ സെക്കൻഡ് ഡേ സ്റ്റേ എടുക്കായിരിക്കും നല്ലത്. ഞാൻ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒരു സജഷൻ പറഞ്ഞതാണ് കേട്ടോ. ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ അതായിരുന്നു. കാരണം ഉടുപ്പിയിൽ അടുത്ത് കുറേ ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കവർ ചെയ്യാം. ഒരു ഐലൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാനായിട്ട് നല്ലതാണ്. പിന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് ഈ ബസ്സിലത്തെ ഡ്രൈവർ ചേട്ടൻ മലയാളിയായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറഞ്ഞ ആൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ, ആളുടെ പാരൻസ് ഒക്കെ ഇവിടെയാണ്. ആൾ ഫ്ലുവൻ്റ്ലി സംസാരിക്കുന്നുണ്ട് അവിടുത്തെ ഭാഷ. അപ്പം നമുക്ക് തോന്നിയില്ല നമ്മൾ അവിടുത്തെ ലോക്കൽസ് ആണെന്ന് വിചാരിക്കുള്ളൂ. പക്ഷെ ഫോണിൽ മലയാളം സംസാരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഞെട്ടിയായിരുന്നു. ഒരു ചങ്ങനാശ്ശേരി അവിടെയുള്ള ഒരു ചേട്ടനായിരുന്നേ. മീറ്റ് മൈ ന്യൂ ക്യാമറമാൻ. ഞാൻ കീർത്തനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ. കാരണം എനിക്ക് ആദ്യം അഭിച്ചേട്ടനൊക്കെ വീഡിയോ എടുക്കാറുണ്ട്. കുറേയൊക്കെ ഷഞ്ഞിന് എടുത്ത് തന്നായിരുന്നു കേട്ടോ, കുറേ കീർത്തന എടുത്ത് തന്നായിരുന്നു. അവരും അതായിട്ട് അത്ര യൂസ്ഡ് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവോ എന്ന് കരുതിയിട്ട് ഞാൻ തന്നെ എടുക്കാൻ ശ്രമിച്ചായിരുന്നു. ബസ്സിന്റെ ലാസ്റ്റ് ഓട്ടം ആ സമയത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത് ചോദിച്ചു കവാടത്തിൻ്റെ അവിടെ നിർത്തണോ, നിങ്ങൾ അവിടുത്തെ വീഡിയോ എടുത്തോന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു, ഞങ്ങൾ ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതേ അമ്പലത്തിൻ്റെ പരിസരത്തെത്തിയപ്പോൾ അവിടെ നിന്ന് പാട്ട് കേൾക്കണേ, നമ്മുടെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഞങ്ങളുടെ ടീച്ചറൊക്കെ ഇവിടെ വന്നിട്ട് പിള്ളേരെ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയതായിരുന്നു, പക്ഷെ ആ സമയത്തൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക ഫീലല്ലേ അല്ലേ മൂകാംബിക എന്ന് പറയുമ്പോണ്ടല്ലോ. നമുക്ക് ഗുരുവായൂരൊക്കെ എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെയാണോ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലം. അധികം ആളും തിരക്കും ബഹളവും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ മൂകാംബികയിലത്തെ 3ാമത്തെ ദിവസത്തിലോട്ട് കടക്കാട്ടോ. ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മൂകാംബികയിലത്തെ 3rd ഡേ ആണ്. നമ്മൾ വീണ്ടും നിർമ്മാല്യം തോന്നാൻ പുലർച്ചെ 3:30 പോവാണ്. ഇന്നലെ ജസ്റ്റ് കുറച്ചൊരു 10-15 ആൾക്കാർ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഇന്നത് കവർ ചെയ്ത് ഫ്രണ്ടിൽ നിന്ന് തൊഴാനായിട്ടാണ് പോകണം. അറിയില്ല തിരക്കുണ്ടാവും. നല്ല തണുണ്ട്. ഇത് ഞങ്ങളുടെ മൂകാംബിക ഡ്രസ്സാണ്. എൻ്റെയും കീർത്തനയുടെയും ഇവിടുത്തെ പർച്ചേസ് ഷോപ്പിംഗ് അവിടുത്തെ കഞ്ചകൾ ഇട്ട ഞങ്ങളുടെ മൂകാംബിക പർച്ചേസ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അവളുടെ മുരുടേശ്വർ പർച്ചേസ് എൻ്റെ ഇവിടുത്തെ.
അപ്പം നിങ്ങൾക്ക് ഞാനൊരു സൂത്രം പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ അമ്പലത്തിൽ നേരെ തൊഴാൻ വരുമ്പോണ്ടല്ലോ, അപ്പുറത്തും ഇപ്പുറത്തും സ്വർണ്ണ കളറിൽ 2 ദ്വാരപാലകരുണ്ട്. അവരെ തൊഴുതിട്ട് വേണം കേട്ടോ നമ്മൾ അങ്ങോട്ട് കടക്കാൻ. അപ്പം അമ്പലത്തിന് നമ്മൾ കടക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ശിവൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അവിടെയും തൊഴുതിന് ശേഷമാണ് നമ്മൾ ദേവീനെ തൊഴാന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഞങ്ങൾ അവിടെയൊക്കെ തൊഴുത് നല്ല തൃപ്തിയായിട്ട് തൊഴാൻ പറ്റി. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുന്നിൽ ഞാൻ തലേദിവസം പറഞ്ഞില്ലേ ഒരു ചേട്ടൻ ചായ കൊടുക്കുന്നുണ്ടെന്ന്. അവിടെ ചൂട് ചായ നല്ല തണുത്ത് കഴിക്കുമ്പോഴുള്ള സുഖം എൻ്റെ പൊന്നെ. ആ ചേട്ടൻ നേരത്തെ വരും കേട്ടോ. 4 മണിക്കില്ല 5 മണി അമ്പലം തുറന്നതിന് ശേഷമാണ് ആൾ വരുന്നത്. ഒരു 5 മണിക്ക് ആളവിടെ ചായ എന്ന് വിളിച്ച് പറയൂ കേട്ടോ. ഞങ്ങള് ഇപ്രാവശ്യം പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് മൂകാംബികയ്ക്ക് തന്നെ വരാന്നുള്ളത്. പെട്ടെന്ന് പറഞ്ഞാ സോറി വീട്ടില് അഭിചേട്ടൻ്റെ അടുത്തൊക്കെ പറയുമ്പോ അവർക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോ ഡിലേ ആയി പോവാ. അപ്പൊ ഞങ്ങളിങ്ങനെ നമുക്ക് തന്നെ പോയാലോ എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ ടിക്കറ്റ് നോക്കി. പക്ഷെ പെട്ടെന്ന് ട്രെയിനൊക്കെ ടിക്കറ്റൊക്കെ തൽക്കാലം കിട്ടിയുള്ളൂ ഞങ്ങക്ക്. അപ്പൊ ഞങ്ങൾ തന്നെ വന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് വെച്ചു. തണുത്തിട്ട് വയ്യാട്ടോ, അതുകൊണ്ട് 2 പുതപ്പിന്റെ അടിയിൽ ഇരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാട്ടോ. സഞ്ജന, എങ്ങനെയുണ്ട്? മൂകാംബിക സേഫ് ആണോ ലേഡീസിന് തന്നെ വരാനായിട്ട്? ഒരു കുഴപ്പമില്ല. മൂകാംബികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് വരാട്ടോ. തന്നെ ഒരു തരത്തിലും പേടിക്കാനില്ല. റൂം എടുക്കുമ്പോ അമ്പലത്തിന്റെ നിയർ ബൈ ആയിട്ട് എടുക്കുക. വീക്ക് ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ റൂമിനൊന്നും അധികം റേറ്റ് വരുന്നില്ല. ഞങ്ങൾ 3 പേരും കൂടെ ഷെയർ ചെയ്തിട്ട് നമുക്ക് 1050 രൂപ ഒരു റൂമിനാവണുള്ളൂ. നമുക്ക് 3 പേർക്ക് ഈസി ആയിട്ട് കിടക്കാം. ഇവിടെ ഒരാളും കൂടി കിടക്കുന്നുണ്ട്, ആളുടെ അഭിപ്രായം കൂടി ചോദിക്കാം. അപ്പൊ വേണ്ട, ആള് തണുത്തിട്ട് വയ്യാണ്ടായിട്ട് കിടക്കാം. ഞങ്ങള് ഉറക്കല്ല. ഞങ്ങൾ 2 ദിവസം നിർമ്മാല്യം തൊഴുതു. നമുക്കുണ്ടല്ലോ നല്ല സംതൃപ്തിയായിട്ട് തൊഴുതു വരാട്ടാ. നമ്മൾ പഠിച്ചു കുറെ കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോകുമ്പോ, അടുത്തുള്ള അമ്പലത്തിൽ പല കാര്യങ്ങളും നമുക്കറിയില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട്. മറ്റേത് നമ്മൾ വന്നാ നേരെ വരിയില് പോയി നിൽക്കണു, തൊഴുന്നു. ചിലപ്പോ വരിയിൽ വെച്ചിട്ടാവും നമ്മുടെ രഥത്തിന്റെ പരിപാടിയാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് അറിയാം, രഥമൊക്കെ കഴിഞ്ഞ് സാവധാനം പോലെ വരി നിന്ന് സാവധാനം പോലെ തൊഴുതാലും തൊഴാൻ പറ്റും. അപ്പൊ ഈ മറ്റേത് ഔഷധം എത്ര നേരം കഴിഞ്ഞാൽ ആ സാധനം കിട്ടും ചെയ്യും. നമ്മളതിനൊന്നും ഇത്ര ധൃതി പിടിച്ച് ഇത്രേ വരി നിൽക്കണം. നമ്മളെല്ലാവരും ഒരു വെപ്രാളം കൂട്ടും നമ്മളെല്ലാത്തിനും. അത് നിന്നില്ലെങ്കിൽ വരി നിന്നില്ലെങ്കിൽ തൊഴാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് അവസാനം ഇന്നലേക്ക് ആയപ്പോഴേക്കും ആ വെപ്രാളം മാറി കിട്ടി. കാരണം എന്താ വെച്ചാൽ രഥമൊക്കെ കണ്ട് രഥത്തിന്റെ കൂടെ ഒക്കെ നടന്ന് പിന്നെ ലാസ്റ്റ് വരിയിൽ കയറി നിന്നാ മതി. ഞങ്ങളവിടെ പോയിരുന്നു ഇന്നലെ. അവിടെ പോയിരുന്ന് വരി നീങ്ങി കഴിയാറായപ്പോ കയറി തൊഴുതു. നമുക്ക് മറ്റെന്നുവെച്ചാൽ ഞങ്ങളിതിൽ ഉടുപ്പിയിൽ പോയി, മുരുടേശ്വർ പോയി. അവിടത്തെ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ജീവനക്കാരുണ്ടല്ലോ നല്ല സമാധാനമുള്ളവരാട്ടോ. അങ്ങനെ നമ്മളെ വല്ലാണ്ട് അങ്ങോട്ട് റഷ് അടിപ്പിക്കുക, തള്ളി നീക്കുക, അങ്ങനത്തെ ഒന്നുമില്ല. ഉടുപ്പിയിൽ വരെ പോയപ്പോ ജസ്റ്റ് ഒരു സെക്കൻഡ് നോക്കിയെന്നുള്ളൂ, അപ്പോഴേക്കും ഞോണ്ടി തുടങ്ങി മാറാൻ പറഞ്ഞിട്ട്. ഇവിടെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. നല്ല ആൾക്കാർ അവിടെ ഉള്ളവരൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊരു ഇതെല്ലാവർക്കും മൂകാംബിക ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂരാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇഷ്ടംപോലെ ട്രെയിനുകൾ അവൈലബിൾ ആണ്. ഞങ്ങൾ പോയ ഡീറ്റെയിൽസ് ഒക്കെ ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇടാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. കാരണം കുറേ പേർക്ക് വരാൻ ഇഷ്ടമുള്ള സ്ഥലമാണ്. പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കൂട്ടുണ്ടെങ്കിലേ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ 1-2 പേരൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വരാൻ പറ്റും. ഞങ്ങൾ വന്നു. ട്രെയിനിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് പറയും. ട്രെയിനിൽ വരുമ്പോൾ ഒരു ശല്യവും ഇല്ല, നല്ല സുഖമായിട്ട് വന്നു കേട്ടോ. ഞങ്ങൾ രാത്രി കയറി, ഒരു 10 മണിയായപ്പോൾ കയറി, 7 മണി 7 നമ്മൾക്ക് ഇവിടെ എത്തി. നമുക്ക് അപ്പം തൊഴാം, അന്ന് വൈകുന്നേരം തൊഴാം, ഉച്ചയ്ക്ക് തൊഴാം, ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ഇവിടെ നിൽക്കാം. പിന്നെ ഉടുപ്പി പോകാനാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് ബസ് കിട്ടും. അമ്പലത്തിൻ്റെ ഇവിടെ തന്നെ ബസ് ഉണ്ട്. പിന്നെ കുടജാദ്രി പോകും. ഞാൻ പ്രിഫർ ചെയ്യാം. ഞാനിനി ഇവിടേക്ക് പോവില്ല. മുരുടേശ്വരി ഇനി ഞാൻ 2ാമത് വട്ടം പോവില്ല. അത് പക്ക ഒരു ടൂറിസ്റ്റ് പ്ലേസാ. ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ, അത് കാണാനായിട്ട് അത്ര തന്നെ ഉള്ളൂ. പക്ഷെ ഉടുപ്പിയിലേക്ക് നമുക്ക് ഇനിയും പോവാം, ധൈര്യമായിട്ട് പോവാം. പിന്നെ ഇവിടുന്ന് ബസ് ഉണ്ട്, കുറച്ചധികം നേരം ഇരിക്കണം. എങ്കിലും നട അടക്കില്ല. അത് എനിക്ക് ഇന്നലെ മനസ്സിലായി. 9 മണി തൊട്ട് രാത്രി 10 മണി വരെ ഞങ്ങളുടെ അമ്പലമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം. പിന്നെ കുടജാദ്രി ഇനിയും പോവാൻ അവസരം കിട്ടിയാൽ ഞാൻ പോവും. എനിക്ക് ഇഷ്ടപ്പെട്ടു കുടജാദ്രി, നല്ല പോസിറ്റീവായിട്ടുള്ള സ്ഥലം. അപ്പൊ ഞങ്ങൾ ഇന്ന് പോവാട്ടോ. പോവാത്ത സ്ഥലം മാൽപ്പേ ബീച്ചിൽ പോകണം. അത് ഇങ്ങനെ വന്നാൽ നടക്കില്ല. നമ്മള്
കുറച്ച് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇനി കൂടെ ജാതിരി ഒന്നും അടുത്ത തവണ വരുമ്പോൾ ഇനി ആമീനെ അതിനെ അബ്ചേട്ടനെ കൊണ്ടുവരണം. അബ്ചേട്ടന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോന്ന് ഞാൻ അബ്ചേട്ടനെ കൊണ്ടുവരണം. ഉടുപ്പിയുടെ അടുത്താ വരുന്നത് മാൽപ്പേ ബീച്ച്. ഞാൻ ഇവിടെ വന്ന ഇത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഫ്രണ്ട്സ് അവർ മെസ്സേജ് അയച്ച് പറഞ്ഞു മാൽപ്പേ ബീച്ച് സൂപ്പർ, അങ്ങോട്ട് പോകാം, അവിടെ ഐലൻഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് വന്നതല്ലല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് എന്നാലും അത്യാവശ്യം മാക്സിമം എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. KSRTC ബസ്സിൽ പോയി, ഇവിടുത്തെ ലോക്കൽ ബസ്സുകളിൽ പോയി, ലോക്കൽ ആൾക്കാരെ കണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേകതരം ജീവികളെ പോലെയൊക്കെ അവർ നോക്കി നടന്നത്. പക്ഷെ രസമുണ്ടായിരുന്നു, വൈബ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാം. ഇപ്പം തിരിച്ചു പോകുന്ന ട്രെയിനിലത്തെ കുറച്ച് വീഡിയോസ് എടുക്കാം. അങ്ങനെ കുറേ ഒന്നും എടുക്കണമൊന്നുമില്ല. പിന്നെ 1-2 സാധനങ്ങളും കൂടി മേടിക്കാണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ അതും കൂടി മേടിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങും. ബാക്കി വിശേഷങ്ങൾ പിന്നെ. അങ്ങനെ ഞങ്ങൾ മൂകാംബികയിൽ നിന്ന് വീട് പറിച്ച് തിരിച്ചു പോരാണ് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അവിടെ നിന്ന് പോകുമ്പോൾ. പക്ഷെ നല്ല തൃപ്തിയിൽ ദേവി ഞങ്ങളെ തൊഴാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് തന്നെ നല്ല സമാധാനമായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ എന്തോ അവരുടെ ഒരു ആഘോഷം, അതിപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. നമ്മൾ ഏതൊക്കെയോ ഫിലിമിൽ കണ്ടിട്ടുള്ളൊരു കരകാട്ടൊക്കെ സ്റ്റൈലുള്ള ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. ഫ്രണ്ടിൽ പോകുന്ന രൂപങ്ങളെ നിങ്ങൾ വീഡിയോ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എന്നൊന്ന് നോക്കി നോക്കി. ഞാൻ ഏതൊക്കെയോ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കത് ഏത് ഫിലിമിനാലും നോക്കി കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ അറിയില്ല. ദേ ഇപ്പം നോക്കൂട്ടോ, ഈ ഫ്രണ്ടിൽ വരുന്ന ആൾക്കാർ കണ്ട നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഏതൊക്കെയോ തമിഴ് ഫിലിമിലാണോ ഏതിലൊക്കെയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി നേരെ ബൈന്ദൂർ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ നിന്ന് നടന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ ചെയ്ത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി കറിയൊക്കെ വാങ്ങിച്ചോണമെന്നുണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞിട്ടാ ചേട്ടൻ പറഞ്ഞത് നമുക്ക് ധാർവാഡ് മിശ്ര പേട അത് പറയാം. മൂത്തിച്ചൂർ ലഡു ഞങ്ങളുടെ അവിടെ കിട്ടുന്നു പറഞ്ഞു. പൊട്ടിക്കുന്നു കഴിച്ചോക്ക്. കുഴപ്പമില്ല കേട്ടോ, കഴിച്ചോക്ക് പറഞ്ഞു. ഞങ്ങളുടെ പ്ലാറ്റ്ഫോം നമ്പർ 10 അത് അങ്ങേ അറ്റത്തെ ഗൈസ്. ഇതാണ് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ. സാധാരണ ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു കുഞ്ഞു റെയിൽവേ സ്റ്റേഷൻ, ഒരു പ്ലാറ്റ്ഫോം ഉള്ളത്. റെസ്റ്റോറൻറ്റിലത്തെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ചേട്ടാ ഞങ്ങൾക്ക് ട്രെയിനിൽ കൊണ്ടുപോകാനാണ്, അപ്പോൾ കഴിക്കാൻ സൗകര്യത്തിന് പാക്ക് ചെയ്ത് തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചപ്പാത്തിയൊക്കെ ഫോയിലിൽ പാക്ക് ചെയ്ത് കണ്ടെയ്നറിലായിട്ട് കറിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ നല്ല ഈസി ആയിട്ട് കഴിക്കാൻ പറ്റി. പക്ഷേ കുറച്ചുകൂടി ചപ്പാത്തി കൂടുതൽ പറയായിരുന്നു തോന്നി, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സമയമായപ്പോൾ ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഹോട്ടലിലത്തെ ഫുഡ് കഴിച്ച് ഇതുവരെ നമുക്ക് ഫുഡ് പോയ്സൺ ഒന്നും ഒരു പ്രശ്നം വന്നില്ല. ഇനിയിപ്പം അവിടുത്തെ ഫുഡ് കഴിച്ച് എന്തിനാ വയറ് കേടാക്കുന്നതെന്ന് കരുതി ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഒരു ഫുഡും വാങ്ങിച്ച് കഴിച്ചില്ല കേട്ടോ. ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോഴത്തെ ഒരു വൈബ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇപ്പം കീർത്തന എൻ്റെ ഫ്രണ്ട് ഒന്നുമല്ല, കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, പക്ഷെ ഞങ്ങൾ 3 പേരും ഒരേ വൈബായിരുന്നു കേട്ടോ.
ഒരാളയ്യോ വയ്യ ഞാനില്ലാന്നോ അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ട്രിപ്പ് വളരെ സ്മൂത്തായിരുന്നു. ഞങ്ങൾക്ക് ഫുഡിൻ്റെ ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരേ പോലത്തെ ഫുഡ് തന്നെ ഓർഡർ ചെയ്ത് കഴിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു. എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇനിയും പോകാമല്ലോ നമുക്ക്, അങ്ങനെ സമാധാനിക്കാം. പിന്നെ നമുക്ക് ട്രെയിനിലൊരു മോശമായിട്ടുള്ളൊരു അനുഭവം ഒന്നും തന്നെ ഉണ്ടായില്ല. കീർത്തനയ്ക്ക് സത്യം പറഞ്ഞാൽ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുള്ളത് കൊണ്ട് ആൾ നല്ല കംഫർട്ടബിളായിട്ട് മുകളിൽ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തോട്ടെ. കാരണം നമ്മൾ ഈ പുലർച്ചെ എണീറ്റൊക്കെ 3:30 നമ്മൾ അമ്പലത്തിൽ പോയി തുടങ്ങി അത്യാവശ്യം നേരത്തെ എണീക്കേണ്ട 2 മണിക്കൊക്കെ ഞങ്ങൾ എഴുന്നേറ്റുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉറക്കം കുറവാണെന്നുണ്ടെങ്കിലും വളരെ സന്തോഷമായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെത്തി. കുറച്ച് ലേറ്റായിരുന്നു ട്രെയിൻ, എന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമുക്ക് ബോറടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അതിൻ്റെയാണ് കേട്ടോ ഈ സങ്കടമുണ്ട്. പിന്നെ സക്സസ്ഫുള്ളി ആ യാത്ര കംപ്ലീറ്റ് ചെയ്തതിൻ്റെ വളരെ വളരെ സന്തോഷം. അഭിചേട്ടനും പിള്ളേരൊക്കെ ഞങ്ങളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി വേറൊരു യാത്രയിൽ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ മൂകാംബിക വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങളും പൊക്കോട്ടോ, ധൈര്യമായിട്ട് പോയി വരാവുന്ന ഒരു സ്ഥലമാണ് ഈ മൂകാംബിക എന്ന് പറയുന്നത്.